നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ട് ഇറാനെതിരെ അതിരൂക്ഷമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ മുതിർന്നാൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുള്ളതോ സമീപത്തുള്ളതോ ആയ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും അമേരിക്കൻ സൈന്യം ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇത്തരമൊരു കടുത്ത ഭീഷണി മുഴക്കിയത്. മിസൈലോ റോക്കറ്റോ ഡ്രോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധമോ ഉപകരണമോ ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെയോ സഖ്യകക്ഷികളുടെയോ നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായ 11ാം രാത്രിയിലും വൻതോതിലുള്ള സൈനിക നടപടികൾ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് ഏകദേശം 75 മിനിറ്റോളം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങളാണ് US സെൻട്രൽ കമാൻഡ് ഇറാനിൽ നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണം. ഇറാന്റെ സൈനിക ഓപ്പറേഷൻ സെന്ററുകൾ, നാവിക താവളങ്ങൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് US വ്യോമസേന തകർത്തത്. ആക്രമണത്തെ തുടർന്ന് ടെഹ്റാനിൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ സജീവമാക്കുകയും തബ്രിസ്, ചബഹാർ, കൊനാർക്ക്, ബുഷഹർ എന്നീ നഗരങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ഇറാന്റെ ഏക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ബുഷഹർ എന്നത് ഭീതി ഇരട്ടിയാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമൂസിലൂടെ കടന്നുപോയ 30-ലധികം വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി വാഷിംഗ്ടൺ പറയുന്നു. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട് ടെഹ്റാൻ കടുത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ചയോടെ ഇത് ലംഘിക്കപ്പെടുകയും യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്തു. നിലവിലെ കടുത്ത പോരാട്ടത്തിൽ ഇറാനിൽ 50 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം അടുത്തിടെ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 18ആയി ഉയർന്നു. സംഘർഷം ശക്തിപ്പെട്ടതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $94 കുതിച്ചുയർന്നു. നതാൻസിന് സമീപമുള്ള പിക്കാക്സ് മൗണ്ടൻ എന്ന ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രം ഉടൻ തന്നെ അമേരിക്കൻ സൈന്യം കനത്ത രീതിയിൽ ബോംബിട്ട് തകർക്കുമെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു നീക്കമുണ്ടായാൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും നേരെ സർവത്ര ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാന്റെ ഖദം അൽ അൻബിയ സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ യമനിലെ ഹൂത്തി വിമതരും സൗദി അറേബ്യൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെങ്കടലിന്റെ തെക്കൻ കവാടമായ ബാബ് അൽ മന്ദേബ് കടലിടുക്കും അടയ്ക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരവും ഇന്ധന വിതരണവും പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ അവസ്ഥ അത് നിശ്ചയിക്കാൻ സാധിക്കാത്ത തരത്തിൽ യുദ്ധ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്.